ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾക്ക് ഇന്നൊരു പുതിയ റൂട്ട് പരിചയപ്പെടുത്തി തരാമേ. പുതിയ റൂട്ടൊന്നുമല്ല, നിങ്ങൾ പലരും പലപ്പോഴെങ്കിലും ഇതിലെ കടന്നു പോയിട്ടുണ്ടായിരിക്കാം. പ്രകൃതി രമണീയത ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ഒരുപാട് നിങ്ങൾ എൻജോയ് ചെയ്യുന്ന ഒരു റൈഡായിരിക്കും ഇത്. കാരണം രണ്ട് സൈഡിലും വനത്തിലേക്ക് കയറുമ്പോൾ തന്നെ നല്ലൊരു തണുപ്പ് നമുക്ക് അനുഭവപ്പെടാൻ തുടങ്ങും. മുന്നോട്ട് നമ്മൾ പോകുന്തോറും ഈ തണുപ്പ് കൂടി വരും. നമുക്കിവിടെ മറ്റൊരു ശല്യങ്ങളും ഇല്ലാതെ, വന്യമൃഗങ്ങളുടെയോ മറ്റ് ശല്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഫോറസ്റ്റിൻ്റെ ഭംഗി വളരെ നല്ല രീതിയിൽ തന്നെ ആസ്വദിച്ച് പോകാൻ കഴിയുന്നൊരു റൈഡും സ്പോട്ടുമാണിത്. ഇവിടെ നിർത്തി ഫോട്ടോയൊക്കെ എടുക്കുന്നവർക്ക് യാതൊരു പേടിയും കൂടാതെ ഫോട്ടോയൊക്കെ എടുക്കാം. വേറൊരു ശല്യം നിങ്ങൾക്കിവിടെ ഉണ്ടാവത്തില്ല. ഇവിടെ നിങ്ങൾക്ക് ഉണ്ടായേക്കാവുന്ന ആകപ്പാടെ ഒരു ശല്യമെന്ന് പറഞ്ഞാൽ അത് നമ്മൾ മനുഷ്യർ തന്നെ പ്രകൃതിയോട് ചെയ്തിരിക്കുന്ന ഒരു ചൂഷണമാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ വേസ്റ്റ്. ഇപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, കുറച്ച് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും രണ്ട് സൈഡിലും വേസ്റ്റുകൾ കാണും. ഈ വേസ്റ്റുകളെന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ, അതുപോലെ തന്നെ കുപ്പികൾ, നമ്മുടെ കുട്ടികളുടെ ഡൈപ്പേഴ്സ്, ഇതെല്ലാം പോരാഞ്ഞിട്ട് അറവുശാലയിൽ നിന്ന് വരെയുള്ള മാലിന്യങ്ങൾ ചാക്കിനകത്ത് കെട്ടി ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നു. ഇതെല്ലാം വേസ്റ്റാണ് ഈ കാണുന്നത്. ഗായ്സ്, നമുക്ക് എന്തുമാത്രം പ്രകൃതി മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ തന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ എന്നിട്ട് പ്രകൃതിക്ക് തിരികെ നൽകുന്നതോ? നമുക്കെന്തായാലും സ്ഥലങ്ങളും കാര്യങ്ങളും എല്ലാം ഉള്ളവരാണല്ലോ. നമ്മൾ എന്തിനാണ് പ്രകൃതിയുടെ, അതായത് ഈ വനത്തിലൊക്കെ കൊണ്ടുവന്ന് ഈ വേസ്റ്റൊക്കെ കളയുന്നത്? ഈ കഴിഞ്ഞിടയ്ക്കായിരുന്നു നമ്മുടെ സ്കൂൾ സോഷ്യൽ സർവീസ് ടീമും പിന്നെ ഫോറസ്റ്റുകാരും ഉൾപ്പെട്ട് നമ്മുടെ ഈ വനമെല്ലാം വൃത്തിയാക്കിയത്. നമ്മുടെ കുഞ്ഞുമക്കൾ, നിങ്ങൾ കൊണ്ട് കളയുന്ന ഈ വേസ്റ്റൊക്കെ നമ്മുടെ കുഞ്ഞുമക്കളാണ് വന്ന് ക്ലീൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫോറസ്റ്റുകാർ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞു ഇതിലെല്ലാം ക്യാമറ വെച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ക്യാമറയെ വെട്ടിച്ചാണ് ആൾക്കാർ കൊണ്ട് ഇവിടെ വേസ്റ്റ് ഇടുന്നത്. ദയവ് ചെയ്ത് പ്രകൃതി നമ്മൾ മലിനമാക്കാതിരിക്കൂ. നമ്മളിതിലേക്ക് പോകുമ്പോഴത്തേക്കിനും ഈ മണമൊക്കെ സഹിച്ച് എന്തേറെ ആൾക്കാരാണ് ഇതിലെ ഡെയിലി ജോലിക്കും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പോകുന്നത്. നമ്മൾ ഒരു നേരം നമ്മുടെ ഇതുകൊണ്ട് കളയുന്ന സമയത്ത് അത് വേറെ വൃത്തിയുള്ള രീതിയിൽ നമ്മൾ സംസ്കരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇതുപോലെ മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടാകത്തില്ലല്ലോ. ഗായ്സ്, ഇനി നിങ്ങൾക്ക് ഞാനൊരു സ്പോട്ട് പരിചയപ്പെടുത്തി തരാമേ. ഈ സ്ഥലത്തിൻ്റെ പേര് കരിമീൻതോട് എന്നാണ്. ഇതൊരു ചെറിയ അരുവിയാണ്. 3 സൈഡിൽ നിന്നും വെള്ളം ഒഴുകി ഇവിടെ വന്നിട്ട് ഇതിൻ്റെ ചെറിയ അത്യാവശ്യം ഒരു വലിയ തോട് പോലെ ഇവിടെ നിന്ന് ഒഴുകി പോകുന്നു. വളരെ നല്ലൊരു സ്പോട്ടാണ്. അതുപോലെ തന്നെ നല്ല കിളികളുടെ സൗണ്ടും ചീവീടുകളുടെയൊക്കെ സൗണ്ടും ഒക്കെ ഇവിടെ കേട്ട് നമുക്ക് നല്ല രീതിയിൽ ഈ സ്ഥലം എക്സ്പോസ് ചെയ്യാൻ പറ്റും. ദയവേത് ഇത് കാണാനും അല്ലെങ്കിൽ ഇതിലെ റൈഡ് പോകുമ്പോഴത്തേക്കിനും ഇത് കാണാൻ ഇറങ്ങുന്നൊക്കെ ആൾക്കാർ ഇവിടെ മലിനമാക്കാതെ നല്ല രീതിയിൽ തന്നെ സൂക്ഷിക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഇതുപോലുള്ള വീഡിയോയ്ക്ക് വേണ്ടി നമ്മളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഗായ്സ്.